POK പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യക്ക് തിരിച്ചു പിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടാണ്? കാരണം അതിന് അനുകൂലമായ ഒരു നിലപാട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന്, ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഇന്ത്യയിലെ രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ മാധ്യമങ്ങളുമൊക്കെ മറച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാലങ്ങളായി പറയാറുണ്ട്. ഇന്ത്യയുടെ ഭൂപടം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വരയ്ക്കുമ്പോൾ ലഡാക്ക് POK ഒക്കെ ഇന്ത്യയുടെ ഭാഗമല്ലാതെയാണ് ഇക്കാലം അത്രയും ഇന്ത്യയുടെ ഭൂപടം അമേരിക്കയും മറ്റും വരച്ചിരുന്നത്. എന്നാൽ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ഇന്നലെ അമേരിക്ക പുറത്തിറക്കിയിരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടത്തിൽ POK സമ്പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമാണ്, ലഡാക്ക് പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പോൾ വലിയൊരു ഡിപ്ലോമാറ്റിക് വിജയമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ നേടിയിരിക്കുന്നത് എന്നാണ് വിദേശ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. കാരണം അമേരിക്കയിൽ വലിയ ചർച്ചയാണ്. ഈ ഡിഫൻസ് സൈറ്റുകളിലും ഈ ലോക ജിയോ പൊളിറ്റിക്സ് കാര്യങ്ങൾ നോക്കുന്ന സൈറ്റുകളിലൊക്കെ അമേരിക്ക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഭൂപടം വലിയ ചർച്ചയാകുന്നു. കാരണം അമേരിക്ക വലിയ അടുപ്പം പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായ അസിം മുനീറിനോട് കാണിക്കുന്നുണ്ട്. അസിം മുനീറിനെ നിരവധി തവണ അമേരിക്കയിലേക്ക് ക്ഷണിക്കുന്നു, 2 തവണ ഡിന്നറിന് വിളിക്കുന്നു, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് പിടിച്ചു നിർത്തി ആലിംഗനം ചെയ്യുന്നു, വലിയ ഇളവുകൾ, സാമ്പത്തിക സഹായം കൊടുക്കുന്നു, ഇതൊക്കെ ഉണ്ട്. പക്ഷേ താരിഫിൻ്റെ കാര്യം വന്നപ്പോൾ പാകിസ്ഥാന് 19%, ഇന്ത്യക്ക് 18% കുറച്ചു. ഇന്ത്യയേക്കാൾ കൂടുതൽ താരിഫ് ഇപ്പോൾ പാകിസ്ഥാനുണ്ട്. അപ്പോൾ അസിം മുനീറും ഷഹബാസ് ഷെരീഫും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർ വൈറ്റ് ഹൗസിൽ പോയി എത്ര പ്രാവശ്യം ട്രംപിൻ്റെ ഷൂ നക്കി ശരിയാക്കി പോളിഷ് ചെയ്ത് കൊടുത്താലും കാര്യത്തോടെടുക്കുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് അമേരിക്ക എടുക്കുന്നു അല്ലെങ്കിൽ ട്രംപ് എടുക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ പടിഞ്ഞാറൻ മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. സത്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഒരു വലിയ ഡിപ്ലോമാറ്റിക് വിജയമാണ് ഇതെന്ന് ഈ പടിഞ്ഞാറൻ മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ കാണുന്നില്ല. നമ്മുടെ മാധ്യമങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി പറയുന്ന കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുക, അതിൻ്റെ പേരിൽ കുറേ ആളുകളെ സന്തോഷിപ്പിക്കുക എന്നത് മാത്രമാണ് അവരുടെ നിലപാട്. രാഹുൽ ഗാന്ധി ആവട്ടെ, ശരിക്കും രാഹുൽ ഗാന്ധിയുടെ പാർട്ടി, കോൺഗ്രസ് പാർട്ടി, ഇന്ത്യൻ ദേശീയതയിൽ, ഇന്ത്യയുടെ ഐക്യത്തിൽ, ഇന്ത്യയുടെ ക്ഷേമത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണെങ്കിൽ ഈ ഭൂപടം ഇങ്ങനെ അമേരിക്ക പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും ഇന്ത്യൻ സർക്കാരിൻ്റെ ഒരു നയതന്ത്ര വിജയമായി കാണുകയും ചെയ്യേണ്ടതാണ്. എന്താണ് വളരെ പെട്ടെന്ന് അമേരിക്ക ഇങ്ങനെ ഒരു ഭൂപടം POK ഇന്ത്യയുടെ ഭാഗമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂപടം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അമേരിക്കൻ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫീസ് എന്ന് പറയുന്ന അമേരിക്കയുടെ വാണിജ്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസ്, വാണിജ്യ മന്ത്രാലയം എന്ന് പറയാം. അമേരിക്കയുടെ വാണിജ്യ മന്ത്രാലയമാണ് ഈ മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ട് ഇന്ത്യയുമായുള്ള കരാർ യാഥാർത്ഥ്യമാവുന്നതോടുകൂടി അമേരിക്കയുടെ ഇൻഡസ്ട്രിയൽ ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിൽ വലിയ മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയുടെ മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഒരു വലിയ ചോദ്യം ഇപ്പോൾ ഉണ്ട്. പാർലമെൻറ്റിലൊക്കെ രാഹുൽ ഗാന്ധിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോദി കീഴടങ്ങി, മോദി മുട്ടുമടക്കിയെന്ന് ഖാർഗെ പറഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ കർഷകരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മാർക്കറ്റ് അമേരിക്കയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു. ഇനി സകല ഭക്ഷ്യവസ്തുക്കളും ഭക്ഷ്യധാന്യങ്ങളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരും, പാൽ ഉൽപ്പന്നങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രംപിനോട് തുടക്കം മുതലേ മോദി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ കർഷകരെ, കൃഷിക്കാരെയും ക്ഷീര കർഷകരെയും തകർക്കുന്ന തരത്തിലുള്ള അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒന്നും ഇന്ത്യ അനുവദിക്കില്ല, അതിന് തയ്യാറാവില്ല എന്ന് നമ്മൾ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കോൺഗ്രസും ഇവിടുത്തെ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫീസ്, അമേരിക്കൻ വാണിജ്യ മന്ത്രാലയത്തിന് തുല്യമായ ഈ ഓഫീസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മാപ്പിൽ എന്തെല്ലാം വസ്തുക്കളാണ് ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഒന്ന്, ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം US ട്രീ നട്ട്സ് ആൻഡ് റെഡ് സോർഗോ. അപ്പം അമേരിക്കയിലെ മരങ്ങളിലുണ്ടാവുന്ന നട്ട്സ് എന്ന് പറഞ്ഞാൽ കശുവണ്ടി, ബദാം, അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. അമേരിക്കൻ ട്രീ നട്ട്സ് ആൻഡ് റെഡ് സോർഗം. റെഡ് സോർഗം എന്ന് പറഞ്ഞാൽ ഈ ചോളം പോലത്തെ ഒരു സാധനം, ചുവന്ന നിറമുള്ള ചോളം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിൽ വലിയ പോപ്പുലർ അല്ല. അപ്പോൾ അത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ കൊല്ലത്തൊരു പ്രധാനപ്പെട്ട കശുവണ്ടി വ്യവസായി എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയ തോതിൽ കശുവണ്ടി ഫാക്ടറികളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് പക്ഷേ ഇപ്പോൾ മകൻ്റെ കാലമായപ്പോഴത്തേക്ക് അവർ കശുവണ്ടി ഉൽപ്പാദനമില്ല, പക്ഷേ കശുവണ്ടി സംഭരിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, അപ്പോൾ കശുവണ്ടി പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ആഫ്രിക്കൻ കശുവണ്ടി വരുന്നുണ്ട്, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ആ കശുവണ്ടിയും ഇന്ത്യൻ കശുവണ്ടിയും തമ്മിലുള്ള രുചിയിലെ വ്യത്യാസം രാപ്പകൽ വ്യത്യാസമാണ്. ഇന്ത്യയിലെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കശുവണ്ടിയുടെ രുചി വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കശുവണ്ടിക്കില്ല. ഇത് അനുഭവിക്കുന്നവരും ഒക്കെയാണ് നമ്മൾ. അപ്പോഴാണ് അമേരിക്കയിൽ നിന്ന് കശുവണ്ടി ഇടുന്നത്. സ്വാഭാവികമായും അമേരിക്കൻ കശുവണ്ടിയും ഇന്ത്യൻ കശുവണ്ടിയും കൊണ്ടിരുന്ന നമ്മുടെ ആളുകൾ എന്ത് മേടിക്കും?
ഇന്ത്യൻ കശുവണ്ടിയെ മേടിക്കുള്ളൂ. കാരണം കശുവണ്ടി അതിൻ്റെ രുചി ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് കശുവണ്ടിയും ബദാമും ഇറക്കുമതി ചെയ്യുന്നു. ഇന്ത്യൻ മാർക്കറ്റിനെ അത് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ കശുവണ്ടിയുടെ പരമ്പരാഗതമായ രുചി അറിയാവുന്ന ഉപഭോക്താക്കൾ ഇന്ത്യൻ കശുവണ്ടിയെ പ്രിഫർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇന്ത്യക്ക് വലിയ ദോഷമില്ല. ഇനി ചോളത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് ചോളകൃഷിയുണ്ട്. ഈ ചോളം മഞ്ഞ നിറമുള്ള ചോളമാണ് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചോളം. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഈ ചുവന്ന നിറത്തിലുള്ള റെഡ് സോർഗം ഇറക്കുമതി ചെയ്യുന്നു. നമ്മുടെ കർഷകരെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. നമ്മൾ പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിക്കുന്ന തന്നെ ഉപയോഗിക്കും. ഇപ്പോൾ നമുക്കറിയില്ലേ ഓറഞ്ച് വരുന്നുണ്ട് അല്ലേ? നമ്മുടെ നാഗ്പൂർ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായ ഓറഞ്ചുണ്ട്. അതും വല്ലാത്തൊരു ഷേപ്പിലുള്ള വിദേശ ഓറഞ്ചുകൾ വരുന്നത്. നമ്മൾ എന്നാൽ ആദ്യം ഏതാ വാങ്ങുക? നാഗ്പൂർ ഓറഞ്ച് മേടിക്കുള്ളൂ. പേരയ്ക്ക വരുന്നുണ്ട്. നാടൻ പേരയ്ക്കയുണ്ട്, വലിയ മത്തങ്ങയുടെ വലുപ്പമുള്ള പേരയ്ക്കയുണ്ട്. ഈ വിറകഷ്ണം കഴിക്കുന്ന പോലിരിക്കും സീസൺ കഴിയുമ്പോൾ വരുന്നത്. അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഈ സാധനങ്ങൾ വരുന്നു, നമ്മളെ ബാധിക്കില്ല. ഇനി എന്താണ്? പിന്നെ ഈ വാണിജ്യ വകുപ്പിൻ്റെ ഈ മാപ്പിൽ പറയുന്നുണ്ട് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം ഡ്രൈഡ് ഡിസ്റ്റിലേഴ്സ്, ഉണങ്ങിയ ഡിസ്റ്റിലേഴ്സ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ധാന്യങ്ങൾ, അത് വരുന്നുണ്ട്. പിന്നെ US വൈൻസ് ആൻഡ് സ്പിരിറ്റ്സ്, അമേരിക്കയിൽ നിർമ്മിക്കുന്ന വൈനുകളും വീഞ്ഞുകളും സ്പിരിറ്റ്സ് മദ്യങ്ങളും. പിന്നെ അമേരിക്കയിലെ പ്രോസസ്സ് ചെയ്തതും പുതിയതുമായ പഴവർഗ്ഗങ്ങൾ. ഈ പഴവർഗ്ഗങ്ങളുടെ പ്രശ്നം അമേരിക്കയിലെ പഴവർഗ്ഗങ്ങളും നമ്മൾ ഉപയോഗിച്ച് ശീലമില്ലാത്തതാണ്. അമേരിക്കയിൽ നിന്ന് വരുന്ന പലതും ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് മാങ്ങ വരുവാന്നിരിക്കുക. അമേരിക്കയിൽ മാങ്ങ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ മാങ്ങ വന്നാൽ എന്തായാലും കേരളത്തിലെയും ഇന്ത്യയിലെയും പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിക്കുന്ന മാമ്പഴത്തിൻ്റെ രുചിയോട് അത് കിടപിടിക്കാൻ കഴിയില്ല. നമ്മുടെ ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് വലിയ ദോഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നോക്കൂ, ഞാൻ ഈ വായിച്ചത് എന്തൊക്കെയാണ്? മൃഗങ്ങൾക്ക് കൊടുക്കാനുള്ള ഉണങ്ങിയ ധാന്യങ്ങൾ, ചുവന്ന ചോളം, പിന്നെ ബദാമും നട്ട്സും പോലെയുള്ളവ, പിന്നെയുള്ളത് ഈ പറഞ്ഞ പോലെ വൈന്, സ്പിരിറ്റ്സ്, പിന്നെ ഈ ഉണങ്ങിയതും പച്ചയായതുമായ പഴങ്ങൾ. ഇത്തരം സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും ഒരിടത്തും ഡയറി പ്രൊഡക്ട്സിനെ കുറിച്ച് പറയുന്നില്ല. അമേരിക്കയിൽ നിന്ന് മറ്റ് ധാന്യങ്ങൾ വരുന്നതിനെക്കുറിച്ച് സോയാബീൻ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണം എന്നായിരുന്നു ട്രംപിൻ്റെ ഒരു ആവശ്യം. അപ്പോൾ അമേരിക്കൻ വാണിജ്യ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഈ മാപ്പിൽ രാഹുൽ ഗാന്ധിയും ഖാർഗെയും പറഞ്ഞിരിക്കുന്നത് പോലെ അമേരിക്ക അവരുടെ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഡയറി ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിലെ ക്ഷീരകർഷകരെയും പരമ്പരാഗത കൃഷിക്കാരെയും നശിപ്പിക്കുമെന്നുള്ള വാദം തെറ്റാണെന്ന് ഈ ഔദ്യോഗിക മാപ്പിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത ഉറപ്പിക്കുന്ന തരത്തിലുള്ള, അതും പോരാഞ്ഞ് POK നമ്മുടേതാണെന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു മാപ്പ് അമേരിക്ക പ്രസിദ്ധീകരിച്ചിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ മിണ്ടാത്തത്. കാരണം ഇവർ പറഞ്ഞ ഒരു വലിയ നാറേറ്റീവ് പൊളിയും. ഏതാണെന്നറിയോ? ഈ കരാർ വഴി അമേരിക്കയിൽ നിന്ന് വലിയ തോതിൽ പാലുൽപ്പന്നങ്ങളും കാർഷിക വസ്തുക്കളും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞിട്ടാണ് കർഷകർക്കും ക്ഷീരകർഷകർക്കും എതിരായ നിലപാട് മോദി എടുത്തിരിക്കുന്നു, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നോക്കി, ഇതിനകത്ത് മാത്രം ഒരു രാഷ്ട്രീയം ഉണ്ട്. ഇതിനകത്ത് ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട് POK നമ്മുടേതാണ്, POK നമ്മൾ പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. ജമ്മു കാശ്മീർ അസംബ്ലിയിൽ POKയ്ക്ക് വേണ്ടി നമ്മൾ സീറ്റുകൾ വരെ മാറ്റിയിട്ടിട്ടുണ്ട് പുതിയ പുനഃസംഘടനാ ബില്ല് വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മുടേതായ POK നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ പിടിച്ചെടുക്കുമെന്നുള്ള നമ്മുടെ ക്ലെയിം ആവർത്തിച്ച് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും പറഞ്ഞുകൊണ്ടിരിക്കെ അമേരിക്ക ഇങ്ങനൊരു ഭൂപടം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ POK നമ്മൾ പിടിച്ചെടുത്താൽ അതിന് അമേരിക്കയുടെ ആശീർവാദമുണ്ട് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. ഇതെന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്നത്? അമേരിക്കയ്ക്ക് അബദ്ധം പറ്റിയൊന്നുമല്ല. അവർ വളരെ കൃത്യമായി ഇന്ത്യയുടെ അല്ല ലഡാക്ക്, ഇന്ത്യയുടേതല്ല ജമ്മു കാശ്മീർ, ഇന്ത്യയുടെ അല്ല POK എന്ന് പറഞ്ഞ് മാപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നവർ വളരെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ഭൂപടം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ഇന്ത്യയെ തൃപ്തിപ്പെടുത്താനാണ്. ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കരാർ ഉണ്ടാക്കേണ്ടത് ട്രംപിൻ്റെ ആവശ്യമായിരുന്നു, അമേരിക്കയുടെ ആവശ്യമായിരുന്നു. കാരണം ഇന്ത്യ വളരെ പെട്ടെന്ന് എല്ലാ കരാറുകളുടെയും എല്ലാ ഡീലുകളുടെയും മാതാവെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കരാർ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒപ്പുവെച്ചു. GCC രാജ്യങ്ങളുമായിട്ട് ഒപ്പുവെക്കുന്നതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ അങ്ങനെ അമേരിക്ക ഇല്ലെങ്കിൽ അമേരിക്ക വേണ്ട. ചർച്ചയിൽ അജിത് ഡോവൽ പറഞ്ഞു എന്നാണ് പറയുന്നത് അമേരിക്കയായിട്ട്, നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ അമേരിക്കയിലെ ഭരണം മാറുന്നവരെ ഞങ്ങൾ കാത്തിരിക്കും എന്ന് പറഞ്ഞാൽ ട്രംപെ ഇനിയിപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റെ കാലാവധി 5 വർഷമൊന്നുമല്ല, അതുകൊണ്ട് 4 വർഷമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു, ഇനി 3 വർഷം കൂടിയല്ലേ ഉള്ളൂ. മോദിക്ക് 5 വർഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രംപിൻ്റെ കാലാവധി കഴിയുന്നവരെ ഞങ്ങൾ വേണേൽ കാത്തിരിക്കും. അതുവരെ നടത്തിക്കൊണ്ടുപോകാനുള്ള ഫ്യൂവൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ട് പുതിയ പ്രസിഡന്റ് വരില്ല, അപ്പം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പരോക്ഷമായി സൂചന നൽകുന്ന തരത്തിൽ ഈ ഉദ്യോഗസ്ഥ തല ചർച്ചയിൽ
ഡോവൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഇന്ത്യയെ പിണക്കിക്കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. പാകിസ്ഥാനല്ല, ഇന്ത്യയാണ് അമേരിക്കയ്ക്ക് യഥാർത്ഥമായി വേണ്ടുന്ന ഒരു അലൈ എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ പുതിയ മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഉറപ്പായിട്ടും ഇക്കാര്യം പ്രിയ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയില്ല, നമ്മുടെ രാഹുൽ ഗാന്ധി പറയില്ല, പറയാൻ പ്രിയനും ഞാനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രേക്ഷകരെ, ഞങ്ങൾ ഇത്തരം വാർത്തകളുമായി ഇനിയും വരാം. ഞങ്ങളുടെ ചാനൽ ഇന്ത്യ ലൈവ് നിങ്ങളുടെ ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കണ്ട് വീഡിയോ മടക്കി തിരിച്ചു പോകരുത്. ദയവായി ആ സബ്സ്ക്രിപ്ഷൻ ബാർ അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.